ലാൽ സലാം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഇന്ന് റിലീസായിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായി എത്തിയിരിക്കുന്ന തുടരും എന്ന ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം തുടങ്ങി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സിനിമയ്ക്ക് എങ്ങും സൂപ്പർ ഫസ്റ്റ് ഹാഫ് എന്നുള്ള ആ ഒരു റെസ്പോൺസാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും മികച്ച പ്രതികരണങ്ങൾ കൊണ്ട് പോകുന്ന സിനിമ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്ത ജോണറിലേക്ക് കടക്കും, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന മോഹൻലാൽ പ്രകടനവുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകളാണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കാണുന്നത്. എന്താണെങ്കിലും ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ചാനൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ള അഭിപ്രായങ്ങളിലേക്ക് പറയാം. തരുൺ അത് മികച്ച രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിനെ നല്ല ലെവലിൽ പ്രസൻറ്റ് ചെയ്യുകയും അതേപോലെ ഫുൾ ചാമോടെയും എനർജിയോടും കൂടി മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സമീപകാലത്തെല്ലാം വെറുതെ കേട്ടുപോയിരുന്ന മോഹൻലാൽ സിനിമകൾ പോലെയല്ല ഇത്. അമ്മാതിരി രസകരമായിട്ട് തന്നെ മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയുന്നു. സിറ്റുവേഷൻ കോമഡീസാണ് കൂടുതലുള്ളത്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. അതേപോലെ സെൽഫ് ട്രോളുകളുണ്ട്. അതെല്ലാം ജനങ്ങളിൽ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു. കയ്യടികൾ ഉയരുന്നു, ചിരികൾ പടർത്തുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പുള്ള 20 മിനിറ്റ് സിനിമയുടെ ജനറൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. അതുവരെ കണ്ട സിനിമയിൽ നിന്ന് മാറുന്നു. സെക്കൻഡ് ഹാഫ് മികച്ച രീതിയിലേക്ക് പോയാൽ ഇത് ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഒരു പക്ഷേ 100 കോടിക്ക് മുകളിൽ പോകും എന്നുള്ള വാക്കുകളിലേക്ക് തന്നെ ആരാധകർ പറയുന്നു. ഫസ്റ്റ് ഹാഫ് മികച്ച ഗ്രിപ്പിങ്ങോടുകൂടി തന്നെയാണ്, വെൽ പ്ലേസ്ഡ് ആണ്, സ്ട്രോങ് പെർഫോമൻസും മികച്ച വിഷ്വൽസുമാണ് എന്നുള്ളത് തന്നെ പറയുന്നു. അതുപോലെ തന്നെ സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം മനോഹരമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ലെവലിലുള്ള ഫസ്റ്റ് ഹാഫ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും പ്രമുഖമായി വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഗുഡ് എമൗണ്ട് ഓഫ് ഹ്യൂമർ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്തേക്ക് ടെൻഷൻ നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യുന്നു. അതായത് പലപ്പോഴും ദൃശ്യവും ഒക്കെ പോലെ തന്നെ ഒരു പിരിമുറുക്കം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ദൃശ്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, സമീപകാലത്ത് വന്ന ഏറ്റവും മികച്ച ചിത്രമായതുകൊണ്ട് തന്നെ ഒരു ദൃശ്യം പ്രതീക്ഷിച്ച് ആരും പോകേണ്ട. ദൃശ്യവുമായി യാതൊരു കണക്ഷനുമില്ല. അങ്ങനെ ഒരു സിനിമയെ അല്ല എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് സൂചനയും നൽകുന്നത്. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫ് കൂടെ കത്തിക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു സിനിമയായിരിക്കില്ല. ഇത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കുമെന്നുള്ളതാണ്. എന്തായാലും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫ് വന്നിരിക്കുന്നത്. എന്തായാലും മികച്ച രീതിയിൽ സെക്കൻഡ് ഹാഫ് പോകുമെന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ കണ്ട ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷയ്ക്ക് കേട്ട പോലെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. കാത്തിരിക്കാം. എന്തായാലും മോഹൻലാൽ ആരാധകരെ കൈയടിപ്പിക്കുന്ന ലെവലിലുള്ള തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമ നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് മിന്നിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും. കാത്തിരിക്കാം. കൂടുതൽ വിശേഷങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ലാൽ സലാം.